ഗ്രൂപ്പ് കമാൻഡർ ശുഭാംശു ശുക്ലയും സംഘവും ഇന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 4:31 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്യും. ഡ്രാഗൺ പേടകത്തിൽ നിന്ന് ബഹിരാകാശ യാത്രികൾ തത്സമയം സംസാരിച്ചു. യൂറോപ്പിന് മുകളിലൂടെ സഞ്ചരിക്കുകയാണെന്നാണ് ശുഭാംശുവിന്റെ ആദ്യ വാക്കുകൾ. വിവരങ്ങളുമായി അജയ് സുധ ബിജു. അജയ്, ഒരു ചരിത്ര നിമിഷത്തിനാണ് ഇന്ത്യ മുഴുവൻ കാത്തു നിൽക്കുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യക്കാരനാവാൻ ശുഭാംശു ഒരുങ്ങുമ്പോൾ അതിൻ്റെ അഭിമാനവും സന്തോഷവും ഇന്ത്യക്കാർക്ക് മുഴുവനുണ്ട്. അതിനിടയിലാണ് ഇന്ന് മനോഹരമായ ദൃശ്യങ്ങൾ പേടകത്തിനകത്ത് നിന്ന് വരുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് പേടകത്തിനകത്ത് നിന്ന് തത്സമയം സുധാംശുവും സംഘവും പറഞ്ഞത്? ശ്രീജ, കുറച്ചു മുമ്പാണ് ശുഭാംശുവും സംഘവും ഈ പേടകത്തിനകത്ത് നിന്ന് ലൈവായിട്ട് ഭൂമിയെ അഭിസംബോധന ചെയ്തത്. അതിൽ അദ്ദേഹം വളരെയധികം ആവേശത്തോടെയാണ് എല്ലാവരോടും സംസാരിച്ചത്. നമസ്കാർ ഫ്രം സ്പേസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ വാക്കുകൾക്ക് തുടക്കം കുറിച്ചത്. ഇപ്പോൾ നിലവിൽ ഭൂമിയിൽ രേഖപ്പെടുത്തിയിട്ടുള്ള റീഡിങ്ങുകൾ പ്രകാരം, അതായത് വിക്ഷേപണത്തിന് കൃത്യം 23 മണിക്കൂർ 30 മിനിറ്റിന് ശേഷം രേഖപ്പെടുത്തിയ കണക്കുകൾ പ്രകാരം പേടകം ഇപ്പോൾ ഭൂമിയിൽ നിന്ന് 415 കിലോമീറ്റർ ഉയരത്തിലാണ്. ഇത് ഭൂമിയെ ഇപ്പോൾ നിലവിൽ 26,515 km/h വേഗതയിൽ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ വേഗത ഇനിയും കൂടും. ഇത് പേടകത്തിന് ഇപ്പോൾ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന് അടുത്തേക്ക് ഇപ്പോൾ സമീപത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം കൃത്യം 4:30 തന്നെ ഡോക്ക് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ച വിവരം. ഇന്ന് ശുഭാംശു ശുക്ല അദ്ദേഹം വളരെയധികം ആവേശത്തോടെയാണ് നമ്മളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് നമസ്കാർ ഫ്രം സ്പേസ് എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈയൊരു താൻ 30 ദിവസത്തിലധികം ക്വാറന്റൈൻ കഴിഞ്ഞതിന് ശേഷം ഈയൊരു എങ്ങനെയെങ്കിലും ഈ വിക്ഷേപിച്ചാൽ മതിയെന്നായിരുന്നു തൻ്റെ മനസ്സ് മുഴുവൻ. ഈ വിക്ഷേപിച്ച് കഴിഞ്ഞപ്പോൾ അത്രയധികം ഒരു ആത്മവിശ്വാസവും സന്തോഷവും തനിക്കുണ്ടായി. ഇപ്പോൾ ബഹിരാകാശത്തുള്ള കാര്യങ്ങൾ ഒരു കൊച്ചുകുട്ടി എങ്ങനെയാണോ പഠിക്കുന്നത് അതുപോലെ താൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ഭക്ഷണം കഴിക്കേണ്ടതെന്നും എങ്ങനെയാണ് നടക്കേണ്ടതെന്നും എങ്ങനെയാണ് ഇരിക്കേണ്ടതെന്നും എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും താൻ ഒന്നൊന്നായി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം ഭൂമിയെ അഭിസംബോധന ചെയ്തു പറഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ ഭൂമിക്ക് മുകളിൽ നിന്ന് ഇപ്പോൾ ബഹിരാകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് നോക്കുമ്പോൾ യൂറോപ്പ് തനിക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ഇത് നമ്മുടെ രാജ്യത്തിന് ഇന്ത്യക്ക് ഏറ്റവും വലിയ അഭിമാനമാണെന്നും 41 വർഷങ്ങൾക്ക് ശേഷം ഇത് ബഹിരാകാശത്തെത്താൻ സാധിക്കുന്ന ഈ നേട്ടം അത് എന്നെ സംബന്ധിച്ച് ചെറിയൊരു ചവിട്ടുപടിയാണ്, പക്ഷേ നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ചുവടുവയ്പ്പാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും, എല്ലാ അംഗങ്ങളും, ക്രൂ മെമ്പേഴ്സ് എല്ലാവരും 4 പേരും ഇതുപോലെ തന്നെ ശുഭാംശു സംസാരിച്ചതുപോലെ തന്നെ സംസാരിച്ചു. എല്ലാവരും വളരെ ആവേശത്തിലാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആവേശം, അഭിമാനം, ആത്മവിശ്വാസം ഇതെല്ലാം ഒന്നിച്ചു ചേരുന്ന നിമിഷങ്ങൾക്കായാണ് ഇനി കാത്തിരിക്കുന്നത്. വൈകിട്ട് 4:01 ഈ ബഹിരാകാശത്തേക്ക് പോയിട്ടുള്ള പേടകം, ഡ്രാഗൺ പേടകം അവിടെ ഡോക്ക് ചെയ്യുന്നത്. ഡോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് അവർ കയറും. അതോടുകൂടി ആദ്യമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ഇന്ത്യക്കാരൻ എന്ന ബഹുമതി ശുഭാംശു ശുക്ല സ്വന്തമാക്കും. നമുക്ക് ആ വാർത്ത തന്നെ ഫോളോ ചെയ്യാം.